ഇതിന്ന പെർഫോമൻസ് ആണ്. മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കമന്റ് ആരുടെ ആയിരുന്നു? ഡിക്യുവിന്റെ ആണ്. എന്തായിരുന്നു? ഡിക്യു അയച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ ഭാഷകളും എല്ലാ ഫാൻസ് ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു ഫാന് ഞാനാണെന്ന് പറഞ്ഞത്. അമ്പോ, ഇത്രത്തോളം ഇപ്പൊ അതിനെ കുറിച്ച് അറിയാം, അത് കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏതൊക്കെ അറിയാം? കളരിയിൽ എനിക്ക് വെപ്പൺസ് അറിയാം, പിന്നെ യോഗ, കുംഫു, കരാത്തെ അങ്ങനത്തെ അറിയാം, പിന്നെ മിക്സ്ഡ് മാർഷൽ ആർട്സ് ഉണ്ട്. അതിലെല്ലാതും ഇത് പെടുന്നുണ്ട്. അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഈ അടുത്തൊക്കെ ആയിട്ട് പോലും ഫൈറ്റിലാണെങ്കിലും ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും കുറെ അപകടങ്ങൾ ഉണ്ടാവുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് വരുന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് പേടി അലേർട്ടായിരിക്കും. സ്വന്തം മകള് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നോ? ഇവളുടെ കാര്യത്തിൽ ഇപ്പൊ 7-8 വർഷമായിട്ട് ഞാൻ ഇവളെ ഇങ്ങനെ ഈ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കളരിയിലെ എപ്പോഴും ചെറിയ ആൾക്കാരായിട്ടല്ല, മുതിർന്ന ആൾക്കാരായിട്ട് എപ്പോഴും കോമ്പിനേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. എനിക്ക് അന്ന് കണ്ട് നമ്മള് സ്ക്രീനിൽ കണ്ട ഒരു രീതിയിലേക്കുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കാണ്, ആ സെയിം സംഭവം ഒന്ന് കാണിച്ചു. ഹായ്, ഹലോ, നമസ്കാരം. ഓണക്കാലൊക്കെ അല്ലേ, ഒരു ഓണസമ്മാനമായിട്ട് വന്നതാണ്. ഒരു പക്ഷെ മലയാള സിനിമ ലോക സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ഓണസമ്മാനം, നമ്മുടെയൊക്കെ സ്വന്തം കുട്ടി നീലി, ദുർഗ സി വിനോദ്. ഹലോ, ഇത് കൊടുത്തേ, കൈ കൊടുത്തേ. ഇതിന്ന പെർഫോമൻസ് ആണ്. ഇപ്പൊ ഈ ചിരിയൊക്കെ ഭയങ്കര നമുക്കൊക്കെ ഇഷ്ടം പോലെ ചിരിയാണ്. പക്ഷെ കറക്റ്റുള്ള ചിരിയിലാണ്. ശരിക്കും പല്ലൊന്ന് കാണിച്ചേ, കാണട്ടെ. ഇത് അംശം ശരിക്കും ഉണ്ടോ? ഉണ്ടോ? അടിയിലുണ്ട് അല്ലേ? കറക്റ്റ്. എനിക്ക് തോന്നുന്നു വേറെ വെക്കേണ്ടി വന്നിട്ടില്ല, അധികം വെക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ചൊക്കെ മേലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ഞെട്ടിയ കഥാപാത്രം നമ്മൾ സാധാരണ രീതിയിൽ ഒരു മൂവിയുടെ ഒക്കെ പറയും, ഇൻ്റർവെൽ സീൻ തൂക്കി മക്കളെ, ഇൻ്റർവെൽ ബ്ലോക്ക് തൂക്കി എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ സൂപ്പർ താരങ്ങളൊരു പടത്തിൽ അത്രയും ഒരു സൂപ്പർ ഹിറ്റ് റോൾ എന്ന് ചെയ്യാന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അവിടെയുള്ള സെറ്റിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ആര് പോലും ഇപ്പൊ ഫുഡാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ്, ഇപ്പൊ അമ്മ ഉണ്ടാക്കിയിരുന്ന പോലെ തന്നെ നല്ല നല്ല ഫുഡായിരുന്നു. എനിക്ക് ചില ഫുഡുകൾ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ അവിടുത്തെ എല്ലാ ഫുഡും, അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ട് ഡോമ്, നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ഇമോഷണൽ സീനില് ഡോമിനിയായിരുന്നു നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ. അതിലേക്ക് ലെൻസ് വെച്ചപ്പോഴേക്ക് ഗ്ലിസറിൻ ഒഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആറ്റി ഉണ്ടെങ്കിലും മുഖത്തുനിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നില്ലേ. അപ്പൊ ഡോമോ ഉണ്ടായിട്ട് എനിക്കൊരു സീക്രറ്റ് പറഞ്ഞു. അപ്പൊ ഒട്ടേക്ക് മൊത്തം കരച്ചില്ലായിരുന്നു. എന്നിട്ട് ഡോം തന്നെയാണ് ശരിയാക്കിയത്. അവിടെയുള്ള ഇപ്പൊ ശാന്തിബി ആണെങ്കിൽ പിന്നെ കല്യാണി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറെ പേര് അല്ലെ ഒരുമിച്ച് കാണുന്നു, ഷൂട്ടിന്റെ സമയത്തുണ്ട്. നമ്മൾ സിനിമ അതിന് മുമ്പ് കാണാൻ ഇഷ്ടമായിരിക്കും. ഈ പ്രത്യേകിച്ച് ഈ യക്ഷിപ്പടമൊക്കെ കണ്ടിട്ടുണ്ടോ? അതിന് മുമ്പ് പ്രേതപ്പടം കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണോ? എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടം ഈ ഫൈറ്റ് ഓറിയന്റഡ് അങ്ങനത്തെ ഫിലിംസ് ആണ് കൂടുതൽ ഇഷ്ടം. പ്രേത സിനിമ ഇഷ്ടമാണ്, അങ്ങനത്തെ ദേവിയുടെ ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഫൈറ്റ് ഓറിയന്റഡ് സിനിമയാണ് ഇഷ്ടം. ആണ്. ഇങ്ങനെ മുമ്പ് കണ്ടപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പൊ യക്ഷിപ്പടം കാണുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഹൊറർ മൂവീസ് കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും എനിക്ക് ഇതുപോലെ പല്ലൊക്കെ വെക്കണം, ഇങ്ങനത്തെ റോളൊക്കെ അങ്ങനൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നോ? ശരിക്കും ഇങ്ങനത്തെ അതെ, ഇങ്ങനെ വരുന്നു വിചാരിച്ചോ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ പതുക്കെ ഈ ഫൈറ്റിന്റെ എനിക്ക് വന്നപ്പോ പിന്നെ അതിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് ഓൾറെഡി കുറേ നാളായിട്ട് ഇപ്പം അറിയാം, കാളിയും കളരി അല്ലേ ആയിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും ഈ സീൻ കണ്ട സമയത്ത് കുറേ പേര് ഇപ്പോൾ ഓൾറെഡി ദുർഗയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, പെർഫോമൻസ് നല്ലതായിരുന്നു. അപ്പം കുറേ പേര് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞത് ഇത് അറിയാവുന്ന ഒരാളാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് അറിയാം, ആയോധനകലയെ കുറിച്ച് അറിയാം, കളരി അറിയാവുന്ന ഒരാളാണ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ശരിക്കും ആ പെർഫോമൻസിലുണ്ടായിരുന്നു, നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എത്ര വർഷമായി അപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട്? ഇത് 8 വർഷമായി. ഞാൻ 3 വയസ്സ് തൊട്ടിട്ടാണ് കളരി പഠിക്കാൻ തുടങ്ങിയത്. 3.5 വയസ്സിലെ എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ബാഹുബലി 2-ലായിരുന്നു ഓഡിയോ ലോഞ്ചിങ്. അവിടെ വെച്ചിട്ട് ആ സമയത്ത് ഏട്ടനും കുഞ്ഞിതായിരുന്നു, ഞാനപ്പോ കുഞ്ഞിതായിരുന്നു. അപ്പൊക്ക് എടുത്ത വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവിടെ പ്രഭാസ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു, ബാഹുബലികളെല്ലാവരും. അതായത് പേരുകളൊക്കെ ആർട്ടിസ്റ്റുകൾ പറയുമ്പോ പേര് പറയും, പ്രഭാസ്, കല്യാണി, ഷാദി അല്ലെ, വേറെ പ്രഭാസ് ഏട്ടൻ പരിപാടികളൊന്നും ഇല്ല.
ഒരു ആർട്ടിസ്റ്റ് പ്രൊഫഷണൽ. കാരണം പെട്ടെന്ന് മാറി. കാരണം ഇതുവരെ ദുർഗക്കുട്ടി സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ ഷോർട്ടുകളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഷൈയിട്ട് ചേട്ടാ ഞാൻ അങ്ങനെ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കണോ, ഞാൻ ഭയങ്കര ഷൈ ആണെന്നൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ. ഇത്രയും പക്വതയോട് കൂടിയിട്ട് ഭയങ്കര ഹൈ വോയിസ് ഒക്കെ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാമറ വരുമ്പോൾ പെട്ടെന്നൊരു മാറ്റമൊക്കെ വരുന്നുണ്ടല്ലോ. ഇത് എവിടുന്ന് പഠിച്ചു, ആരെ പഠിപ്പിച്ചത് പറഞ്ഞു തന്നെ? അത് അച്ഛക്ക് പണ്ടോട്ട്, പിന്നെ സിനിമയിൽ വന്ന് പണ്ടോട്ടേക്ക് അച്ഛൻ ആക്ടിങ് എനിക്കും ഏട്ടനും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആക്ടിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കളരിയിൽ അത്ര ഇതുണ്ടായിരുന്നില്ല, എനിക്ക് പേടിയായിരുന്നു. എന്തേലും ഉണ്ടാവോ അങ്ങനെയാണ് എന്നൊക്കെ പേടിയായിരുന്നു. പിന്നെ അത് പതുക്കെ പതുക്കെ ആൾക്കാരും ചെയ്യാം, അമ്പോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഇത് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൂടി തുടങ്ങി. അപ്പോൾ പതുക്കെ കളരിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പിന്നെ ഓരോ വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ലോകയ്ക്ക് അച്ഛൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ആഷ്ലി എന്നാണ് പേര്, ആഷ്ലി അങ്കിള്. ആ അങ്കിളും വിവേക് എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. പിന്നെ അവിടെയുള്ള കല്യാണി ചേച്ചി, നസ്ലിൻ ചേട്ടൻ, പിന്നെ DQ മൊത്തം സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഇന്നലെയോടെയും DQ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ മെസ്സേജ് ചെയ്തെന്താ? അത് മൊത്തം ഇങ്ങനത്തെ വിഷിംഗ് ആയിരുന്നു, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ വാക്ക് എങ്ങനെയായിരുന്നു? ഐ മീൻ ചെയ്ത് നന്നായിരുന്നു, കാണാൻ. ദുൽഖർ എന്താ പറഞ്ഞത്? എന്താ അത് പറഞ്ഞത്? സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ട്, നല്ല ഞാൻ ഫാമിലിയുടെ എല്ലാ അന്വേഷണവും പറയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. നമ്മുടെ മൂവിയുടെ പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ ശരിക്കും സെറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടായിരുന്നു? സെറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കല്യാണി ചേച്ചി എൻ്റെ അവസാനത്തെ ദിവസത്തെ ചെറിയൊരു ഷോട്ട് കൂടി ഉണ്ടായിരുന്നു, ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങള് മീറ്റ് ചെയ്തത്. അപ്പോൾ ചേച്ചി പറഞ്ഞു സൂപ്പറായിട്ടുണ്ടായിരുന്നു, ഫൈറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ശരിക്കും കല്യാണി ചേച്ചിയുടെ കുട്ടിക്കാലമാണ് ചെയ്യണേ അല്ലേ? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു ഇപ്പോൾ ചെയ്യണതിൽ മുമ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണി ചേച്ചിയുടെ പ്രകൃതി ഇങ്ങനെയാണ്, അപ്പോൾ എന്തെങ്കിലും അത്തരത്തിൽ സംസാരം ഉണ്ടായിരുന്നോ? ഇങ്ങനൊക്കെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനറിസംസ് കാണിക്കണം, അങ്ങനെ എന്തെങ്കിലും കല്യാണി ചേച്ചി സംസാരിച്ചിരുന്നോ ക്യാരക്ടറിനെ പറ്റിയിട്ട്? ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ എൻ്റെ റോൾ എന്താ അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെയാണ് അത് കഥ പറഞ്ഞപ്പോൾ മനസ്സിലായത്, ഇങ്ങനെ കല്യാണി ചേച്ചിയുടെ ചെറുപ്പകാലാണെന്ന് മനസ്സിലായത്. അപ്പോൾ വാമ്പയർ പിന്നെ ഫൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയി. അച്ഛൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ റോപ്പിൽ 10-20 അടി ഇങ്ങനെ മോളിക്ക് തൂക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈറ്റ് ഒക്കെ ഉള്ളതല്ല, അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുക്കാൻ ഇഷ്ടമായിരുന്നു അല്ലേ ഫൈറ്റ് ഒക്കെ ഉള്ളപ്പോൾ? എനിക്ക് ഇവിടെ പഠിച്ചോണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഈ അനിക് സാറ് പറയുമ്പോൾ ഒക്കെ പെട്ടെന്ന് വിട്ട് കിട്ടിയത് ഇതുകൊണ്ടാണ്. പിന്നെ ഇതിനേറ്റു മുന്നേ ചെറിയൊരു രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ അനിക് സാറിന്റെ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നപ്പോൾ കുറച്ച് മാറ്റിന്നുള്ളൂ. പക്ഷെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, ഒരു ടൂർ പോയ പോലെയായിരുന്നു. കുറച്ച് സ്ഥലത്തേക്ക് പോയിണ്ടായിരുന്നു. ലൊക്കേഷൻ മാറി മാറി ഓരോ സ്ഥലത്തായിരുന്നു. അതിരപ്പള്ളി, ആന മാറി മാറി സ്ഥലത്തായിരുന്നു. അങ്ങനെ കറക്റ്റ് സ്ഥലങ്ങളേക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇതിലിപ്പോ അച്ഛൻ കളരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, മാസ്റ്ററാണ്, ആയുധനകളെ കുറിച്ച് ബന്ധമുണ്ട് ഫാമിലിയായിട്ട്. ശരിക്കും അതുകൊണ്ട് വന്നതാണോ, അത് ദുർഗയ്ക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നോ എനിക്കിത് ചെയ്യാനും ഇതിലോട്ട് വരാനും? ഇപ്പൊ അച്ഛനുള്ളതുകൊണ്ട് വന്നതായിരുന്നോ ചെയ്യുന്നത്? അല്ല, കളരി ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു? കളരിക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആദ്യമൊക്കെ പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചേട്ടന്മാരും പിന്നെ എന്നെ പോലത്തെ അല്ല കുറച്ച് ചേച്ചിമാരൊക്കെ ചെയ്യണുണ്ടപ്പോ പിന്നെ എനിക്ക് കുഴപ്പമില്ല പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആക്ടിങ്ങും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു ദേഷ്യ ആ സമയത്ത് എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് ചിരിക്കുക, അങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ ഒരു 4-5 വയസ്സിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടതേപോലെ കുറച്ച് സിനിമയില് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെണ്ണും പൊറോട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമയില് അച്ഛന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് ഏട്ടനാണ്. പിന്നെ അച്ഛൻ സ്റ്റണ്ട് മാസ്റ്ററാണ്, കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. ദർശന ചേച്ചിക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ജയ് ഹേയിലെ ഫെലിക്സ് എന്ന് പറഞ്ഞൊരു മാസ്റ്ററും അച്ഛനെ കൂടിയിട്ടാണ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ കാജൽ അവർഗാളിന് അച്ഛൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ 3-യിലെ അച്ഛനും പിന്നെ മൈക്ക് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ട്. ശരിക്കും ഇത്രയും സിനിമ പാരമ്പര്യമുണ്ട്. പക്ഷെ നമുക്ക് വരുമ്പോൾ ഒരു പുതിയ കാര്യം തുടങ്ങി വെക്കുകയാണ് അല്ലെ. സെറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും പേടിച്ചൊരു കാര്യം എന്തായിരുന്നു?
അങ്ങനെ പേടിച്ച് കയറിയിട്ട് ഒന്നും ഉണ്ടായിരുന്നു. ഇല്ല. ഏതെങ്കിലും ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്, അവർ സുരക്ഷ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഫൈറ്റ് സീക്വൻസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജമ്പ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും പേടിച്ചു പോയിരുന്നോ? ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നോ? മടി ഉണ്ടായിരുന്നില്ലേക്ക് ചെറിയ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ കുന്തത്തുമ്പോൾ ചവിട്ടി കുത്തണ ഒരു സീൻ ഉണ്ടായിരുന്നു. യുഗൻ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. അങ്കിൾ തന്നെ ആളിങ്ങനെ രാജാവിൻ്റെ ഇതായിട്ടാണ്. അപ്പൊ ഞാൻ ആ അങ്കിളെ ഇങ്ങനെ കുത്തണ ഒരു സീൻ ഉണ്ടായിരുന്നു. കുന്തത്തുമ്മനെ ചവിട്ടി കയറിയിട്ടാണ്. അതിലിങ്ങനെ കയറി ആദ്യത്തേതാക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അത് ശരിയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചെയ്യണ സമയത്ത് ആ കുന്തത്തുമ്മ ഞാൻ സ്ലിപ്പായി എൻ്റെ മുട്ട് പോയി ജോയിൻറ്റുമാണ്ട് ഇടിച്ചു. അപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തിന് സഹായത്തിന് എന്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കാര്യം പറഞ്ഞു തരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് ആദ്യം അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ, നമുക്ക് ഇന്നത്തെ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ സാല്യ പതുക്കെ നമുക്ക് ഇന്നത്തെ ഇത് കളയേണ്ട വെച്ചിട്ട് അച്ഛൻ പതുക്കെ വെള്ളം വെച്ചിട്ട് അച്ഛന് ചികിത്സ അതൊക്കെ അറിയാം. അമ്മ ഇതേപോലെ ചികിത്സയൊക്കെ ചെയ്യണതാണ്. അച്ഛൻ എന്നിട്ട് പതുക്കെ ഉഴിഞ്ഞ് അത് ഹീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നിട്ട് നടപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് മൊത്തം എല്ലാവരും ഇതിൽ തിരക്കിലല്ലേ, വേറെ വേറെ അടുത്ത നാളൊക്കെ ഷോട്ട് എടുക്കാനുള്ളതല്ലേ, അപ്പം ഇന്നത്തെ കളയേണ്ട വെച്ചിട്ട് ഞാൻ എന്നിട്ട് പെയിൻ ഉണ്ടെങ്കിലും അത് ആ ഷോട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അന്നത്തെ ദിവസം നല്ല നീര് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും അവിടെ തന്നെയായിരുന്നു താമസം. അച്ഛനും അമ്മയും ആയുർവേദിക് തൈലം വാങ്ങിയിട്ട് അത് പതുക്കെ ഇരുന്നിട്ട് അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, പതുക്കെ ഇരുന്ന് അത് ഹീൽ ചെയ്തു. ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാലും പെയിൻ വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്, എങ്ങനെ തോന്നാനുള്ളൊരു മൈൻഡും ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ദുർഗയ്ക്ക് ഒന്നും ഒരു പ്രശ്നമല്ല. അത് സാധാരണ എല്ലാവരും ഒരു ഏജിലാകുമ്പോൾ ഒരു പേടിയുണ്ടാവും, ഒരു കരച്ചിലുണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ എന്താ ഇവിടുന്ന് ഈ ധൈര്യം കിട്ടുന്ന ആരെ ധൈര്യം ദുർഗയുടെ? അത് അച്ഛനമ്മേനെ ആണ്, എൻ്റെ ഫാമിലിയാണ് എൻ്റെ ധൈര്യം. പിന്നെ ഈ കളരിയില് എനിക്ക് ഇതേപോലെ അടിയൊക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ ഞാനും ഏട്ടനും ഫൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ജോഡി ചെയ്യണ സമയത്ത് ഇതേപോലെ വടികൊണ്ടും കൂടുതൽ വടികൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല അടി കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറെ വെപ്പൺസ് വെച്ച് ചെയ്യണതുണ്ട്, വാളൊക്കെ വെച്ച് ചെയ്യണതുണ്ട്. അപ്പൊ തന്നെ കുറെ ഇത് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ട് ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. ഒന്ന് കിട്ടി കഴിഞ്ഞാൽ അപ്പം ഞാൻ കരയായിരുന്നു. പിന്നെ അത് ചെയ്ത് ഇങ്ങനെ കിട്ടി അങ്ങനെ ശീലായി. പിന്നെ ഇപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല. അന്നാള് പെയിൻ ഉണ്ടായിരുന്നു, നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഈ ജോയിന്റില് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പതുക്കെ തന്നെ ഹീൽ ചെയ്തപ്പോ വേദന കുറയാൻ തുടങ്ങി. പിന്നെ അച്ഛനമ്മ ചികിത്സ പഠിച്ചുകൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റിയെന്നുള്ളൂ. ഇത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ വലിയ സ്ക്രീനിൽ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിച്ചോ ഇത്രയും വലിപ്പമുള്ള ക്യാരക്ടറാണ് എൻ്റെ, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള രീതിയിലേക്ക് കരുതിയിരുന്നോ? അന്ന് ഞാൻ ഷോട്ടുകൾ എടുത്തപ്പോൾ കുഞ്ഞു സീൻസ് പോലെയായിരുന്നു. എന്ന് വെച്ചാൽ ഷോട്ട് ഇങ്ങനെ ഫുള്ള് ഇതായിട്ട് കണ്ടിട്ടില്ലല്ലോ, എൻ്റെ ഓരോ ഷോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ വന്നപ്പോൾ ഞാൻ അമ്മയും എല്ലാവരും ഞങ്ങള് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഞാൻ എപ്പോഴും ഇടയ്ക്കന്നെ തല്ലൂടാറില്ല, പക്ഷെ ഏട്ടനടക്കം കരഞ്ഞു. ഏട്ടൻ എന്നിട്ട് എന്നെ ഇന്റർവെൽ ആയോടെ എന്നെ കെട്ടിപ്പിടിച്ചു, സൂപ്പറായി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അച്ഛനും അമ്മയും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രൂപേഷ് എന്ന് പറഞ്ഞ ആങ്ങളൊക്കെ എല്ലാവരും ഇതായിട്ടുണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി നീലി ഓടിയ കാട്ടുവഴികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ നീലിക്കുട്ടി കുറേ ആയിട്ട് അതിൻ്റെ അഭ്യാസമുറകളൊക്കെ സഞ്ചരിക്കുന്ന പഠിക്കുന്ന വഴി കൂടി അല്ലേ, ഇതിലൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ വന്ന സമയത്ത് നമ്മൾ ശരിക്കും ആ മൂവിയുടെ ലൊക്കേഷനിൽ കണ്ട പോലെ തന്നെ ഒരു ആംബിയൻസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ലൊക്കേഷനിൽ പോയിട്ടൊരു മാറ്റം വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? കാരണം വീടും പരിസരമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? എത്രത്തോളം ഇപ്പം അതിനെ കുറിച്ച് അറിയാം, അത് കുറേ ഗുണം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഏതൊക്കെ അറിയാം ശരിക്കും ഇതിലാണോ? കളരിയിൽ എനിക്ക് വെപ്പൺസ് അറിയാം, പിന്നെ യോഗ, കുംഫു, കരാത്തെ അങ്ങനത്തെ അറിയാം, പിന്നെ മിക്സ്ഡ് മാർഷൽ ആർട്സ് ഉണ്ട്. അതിലെല്ലാതും ഇത് പെടുന്നുണ്ട്. അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? അറിയാത്തേക്ക് ആകൂടി കുറച്ചുകൂടി വെപ്പൺസിൽ ഒരു കുറച്ചുകൂടി എടുക്കാറുണ്ട്. ഞാൻ എല്ലാം അറിയാന്നുള്ളതുകൊണ്ട് പറഞ്ഞതാ, അറിയാത്തായിട്ട് എന്തുണ്ടോ ആളത് നോക്കിയിട്ട് ആലോചിക്കുക, ഒന്നുമില്ല സത്യത്തിൽ എല്ലാം അറിയാം. പുള്ളി ഈ സ്കൂളിൽ ഓൾറെഡി പിള്ളേർ എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് നിൽക്കും. പേടിയാണോ ദുർഗയുടെ അടുത്ത് തല്ലൂടാനും വഴക്കൂടാനൊക്കെ? ഈ പിടിച്ചിടിക്കോ എന്നൊക്കെ ഒരു പേടിയുണ്ടോ? അങ്ങനെ ഞാൻ അച്ഛന്റെ അനുവാദം ഞാൻ വേറെ എവിടെയും കളരി കാട്ടിയിട്ടില്ല ഈ മാർഷൽ ആർട്സ്.
അച്ഛന്റെ അനുവാദം ഇല്ലാതെ വേറെ എവിടെയും കാട്ടരുത്, ഞങ്ങൾക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ തന്നിട്ടുള്ളൊരു ഉപദേശം എന്താ? ഇപ്പം നമുക്കറിയാം, കുറേ കാര്യങ്ങൾ നമുക്കറിയാം. സ്വാഭാവികമായിട്ട് നമ്മുടെ ഫ്രണ്ട്സും അവർക്കൊക്കെ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് അല്ലെ സംസാരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ആളെ അഭ്യാസിയാണെന്നൊക്കെ തോന്നൽ വരും. അച്ഛൻ നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഉപദേശം എന്താ? അച്ഛൻ തന്നിട്ടത് അച്ഛൻ നല്ല ഉപദേശം എല്ലാതും ഉണ്ട്, കുറേ ഉണ്ട്. അതില് എടുത്ത് പറയാൻ വേറെ അതിനൊന്നുമില്ല, എല്ലാതും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു മൂവി കണ്ടു, കുറേ പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കമന്റ് ആരുടെ ആയിരുന്നു? ഡിക്യുവിൻ്റെ ആണ്. എന്തായിരുന്നു? ഡിക്യു അയച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ ഭാഷകളും എല്ലാ ഫാൻസ് ഉണ്ടായിരുന്നു, അതിലത്തെ ഒരു ഫാന് ഞാനാണെന്ന് പറഞ്ഞത്. അതുപോലെ ടോയിച്ചാട്ടിനും ഇതേപോലെ അയച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പർ അടിപൊളി പെർഫോമൻസ് ആണ്, ഇതേപോലെ പറ്റുകയാണെങ്കിൽ രണ്ടുപേരും പറഞ്ഞ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കല്യാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയാൻ എന്ത് വേണം അല്ലേ? ഇതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പം എന്തായാലും ആള് ചില്ലറക്കാരല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കുറേ ഏറെ അഭ്യാസമുറകളുണ്ട്. അപ്പോൾ ഈ വഴിക്ക് ദുർഗനെ കൈ പിടിച്ച് കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട്, മറ്റാരും അല്ല, ദുർഗയുടെ അച്ഛൻ. നമ്മുടെ ഒക്കെ മലയാള സിനിമയ്ക്ക് ഓൾറെഡി സുപരിചിതനായ വ്യക്തി കൂടിയാണ്. നമുക്ക് വിനോദേട്ടനെ കൂടെ നമുക്ക് ക്ഷണിക്കാം. വിനോദേട്ടൻ, എന്നെ അങ്ങനെ ആയോധന കലയിൽ ദുർഗയുടെ അല്ലേ ഗുരു, നമ്മുടെ സ്വന്തം വിനോദേട്ടൻ. വിനോദേട്ടൻ നമസ്കാരം. നമസ്കാരം. തകർത്ത് കളഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ കൈ കൊടുക്കുന്നതിൽ അല്ലേ കുറച്ച് ക്രെഡിറ്റ് ഇവിടെ കൂടിയാണ്. കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവന്നു. ഞാൻ കുറേ സിനിമകളിൽ ഫൈറ്റ് മാസ്റ്ററായിട്ട് ഉണ്ടായിരുന്നു, മൂവിയായിട്ട് ബന്ധമുള്ള ഒരാളാണ്, ഇവിടെ ഗുരുവായിട്ട് വർക്കുന്ന കുറേ പേര് ശിഷ്യന്മാരുള്ള ഒരാളാണ്. പക്ഷെ മകളിങ്ങനെ ഇത്രയും വലിയൊരു പടത്തിൽ അല്ലേ ഇത്രയും വലിയൊരു ഫാഷൻ ചെയ്യുന്നത് എന്നുള്ള സാധനം എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? അയ്യോ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് ഇത്രയും വലിയൊരു ക്യാരക്ടറാണ് ഇവള് ചെയ്യണമെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ആഷ്ലി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മോള് മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യണതല്ലേ, അപ്പോൾ അവളൊരു വീഡിയോ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളെ വെച്ചിട്ട്. ഇവൾക്കൊരു 8 വയസ്സുള്ള സമയത്ത് ചെയ്തതാണ്, ഭദ്രനാരി എന്നാണ്. അപ്പൊ അത് ചെയ്തു. അത് ഇന്റർനാഷണൽ ലെവലിൽ ഇവൾക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലെന്താ രസം വെച്ചാൽ ഒരു സാധാരണ ഒരു കുട്ടി ദേവിയായിട്ട് ചേഞ്ച് ആവണതാണ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാ. അപ്പൊ അതില് എന്റെ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇത്രയും 8 വയസ്സുള്ള ചെറിയൊരു കുട്ടി മുതിർന്ന ഫൈറ്റേഴ്സുമായിട്ട് എങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യാം, അപകടം ഇല്ലാതെ എങ്ങനെ എടുക്കാൻ പറ്റും, ഒരു പരീക്ഷണം. അതിനുവേണ്ടി മാത്രം അങ്ങനെ ചെറിയൊരു കൺസെപ്റ്റ് വെച്ചതാണ്. അത് കുറച്ച് റിസ്ക് എടുത്തു, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ അത് ചെയ്തെടുത്തു. അപ്പൊ അതായിരുന്നു സ്റ്റാർട്ടിങ്. ശരിക്കും അത് ഒരു അങ്ങനെ ചെയ്തു വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. എന്നാൽ പോലും ഇപ്പൊ ചെയ്യുന്നു, ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഈ അടുത്തൊക്കെ ആയിട്ട് പോലും ഫൈറ്റിലാണെങ്കിലും ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും കുറെ അപകടങ്ങൾ ഉണ്ടാവുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് വരുന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് പേടി അലേർട്ടായിരിക്കും. സ്വന്തം മകള് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നോ? പേടി ഇല്ല. ഇവർക്ക് അത് ശരിക്കും ഇവളുടെ കാര്യത്തിൽ ഇപ്പൊ 7-8 വർഷമായിട്ട് ഞാൻ ഇവളെ ഇങ്ങനെ ഈ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കളരിയിലെ എപ്പോഴും ചെറിയ ആൾക്കാരായിട്ടല്ല, മുതിർന്ന ആൾക്കാരായിട്ട് എപ്പോഴും കോമ്പിനേഷൻ കൊടുത്തോണ്ടായിരിക്കും. പിന്നെ ഞാൻ സ്റ്റണ്ട് ചെയ്യുകയാണെങ്കിലും എൻ്റെ കൂടെയുള്ള ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, സ്റ്റണ്ട് ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഇനി സീനിയർ ആർട്ടിസ്റ്റോളോ എല്ലാവർക്കും ആർക്കും അപകടം ഇല്ലാത്ത രീതിയിലാണ് കൊറിയോഗ്രാഫി പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ സ്പോട്ടിൽ കൊറിയോഗ്രാഫി ചെയ്യേണ്ടി വരും. എനിക്ക് ഏറ്റവും ഇഷ്ടം ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യലാണ്. അപ്പോൾ അത് അപകടം ഉണ്ടാവുന്ന സാധ്യത അവർക്ക് ചെയ്യാൻ റിസ്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ കൊറിയോഗ്രാഫിയുടെ സ്റ്റൈൽ മാറ്റും, സ്പോട്ടിൽ അപ്പൊ തന്നെ വേറെ ചെയ്തു കൊടുക്കും. പിന്നെ ഇവർക്കൊക്കെ ശരീരത്തിന് വഴങ്ങാവുന്ന തരത്തില്, അതായത് നമ്മുടെ സാധാരണ നോർമൽ മൂവ്മെന്റുകൾ ഉണ്ടാവും. ഇപ്പൊ രോഹനാണെന്ന് വെച്ചാൽ രോഹൻ സാധാരണ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ ഏതാ യൂസ് ചെയ്യണോ നോക്കും, ഏറ്റവും കൂടുതൽ വഴക്കുള്ളത് ഏതാ നോക്കും. അപ്പൊ അതിലേക്ക് ഒരു മൂവ്മെന്റ് സെറ്റ് ചെയ്യും, അപ്പൊ ഈസി ആയിരിക്കും ചെയ്യാൻ. ഇത് പ്രായം എത്ര ഉള്ളതെന്നുണ്ടെങ്കിലും ഇവിടത്തെ ഗുരു കേട്ടോ, കാരണം കുറെ സ്റ്റുഡൻസ് ഉണ്ട്, അതായത് അമ്മമാര് പ്രായമുള്ള സ്റ്റുഡൻസ് ഉണ്ട് ആക്ച്വലി ദുർഗയ്ക്ക് അല്ലേ? എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഞാൻ ഇതേപോലെ തന്നെ മാർഷൽ ആർട്സ് തന്നെ. അതില് ഇപ്പൊ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ ഓരോ ഗ്രൂപ്പുകളുണ്ട്, ഇങ്ങനെ ഗുരുവന്ദനം, മഴക്കാരം അങ്ങനെ ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിർത്തിയിട്ട് ഇതേപോലെ ലീഡേഴ്സിന്റെ പോലെ അങ്ങനെ നിന്നിട്ട് കുട്ടികൾക്ക് ഇതേപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് അവർക്ക് സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി കൊടുക്കുക, ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ അതൊക്കെ
അച്ഛൻ ശമ്പളമൊക്കെ തരുന്നില്ലേ? ഇല്ലേ, പൈസ ഒക്കെ ചോദിച്ചു വാങ്ങിക്കോട്ടോ. അച്ഛൻ പോകുന്നത് വേറെ. ഇത് വെക്കുമ്പോ മാസം ആകുമ്പോ അച്ഛൻ പഠിപ്പിച്ചതിന്റെ പൈസ കിട്ടിയില്ല. അതെ അല്ലേ, ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ചെയ്താണെങ്കിലും ഇപ്പൊ പറഞ്ഞു നേരത്തെ ഇത്രയും ഇതിൽ റിസ്ക് പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതിൽ ഏറ്റവും തുറക്കുട്ടിക്ക് ഒരു പേടിച്ചൊരു മൊമെന്റ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ചെയ്യുന്ന സമയത്ത്? ഒരു റിസ്ക് ഏതായിരുന്നു? അതില് ഒരെണ്ണം മരത്തുമ്മനെ ചവിട്ടി കയറിയിട്ട് ഇങ്ങനെ ഒരാളെ കഴുത്ത് പിടിച്ചാക്കണ്ടായിരുന്നു. അത് റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണോണ്ട് അത്ര അങ്ങനെ റിസ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയൊരു ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് ചെയ്ത് അത് ഓക്കെ തുടങ്ങി. പിന്നെ അവിടെ പ്രാക്ടീസ് ഒക്കെ ചെയ്യണതല്ലേ, അപ്പൊ അതിന്റെ ഇത് കൊണ്ട് അത്ര തന്നെ പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ മുരളി മാസ്റ്റർ ഉണ്ട്. ആള് നല്ല സപ്പോർട്ട് കൊടുത്തു, നല്ല സപ്പോർട്ട്, നല്ല കെയർ ചെയ്തു ഇവളെ. ഇപ്പൊ ഇവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഹാർനസ് ഒക്കെ സെപ്പറേറ്റ് തയ്പ്പിച്ച്, കാരണം ആദ്യത്തെ ഹാർനസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അത് ഇട്ട് അതിന്റെ ഉള്ളിൽ പാഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല ധൈര്യം കൊടുത്ത് ഓരോ ഷോട്ട് കഴിയുമ്പോൾ മോളെ കുഴപ്പമുണ്ടോ ചോദിച്ചാൽ എല്ലാം സ്റ്റണ്ട് ടീമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇത് എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇത് കൃത്യമായിട്ട് ക്യാമറ ആംഗിൾ കറക്റ്റ് ആയിരിക്കണം, നമ്മൾ അവിടേക്ക് നോക്കണം. അത് അതിനെ കുറിച്ചിട്ടൊരു ധാരണ എങ്ങനെ കിട്ടിയ? അത് അച്ഛൻ പറഞ്ഞിരുന്നു, അത് അവിടെ എത്തിയിട്ട് ആരെ കൂടുതലും അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നേ? അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു നിമിഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു. അവിടെ ഉള്ള എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ ക്യാമറ ആംഗിള് നല്ല സൂപ്പർ ക്യാമറ ആംഗിൾ ആയിരുന്നു. ഞാൻ സിനിമ മൊത്തം കണ്ടപ്പോഴാണ് ആ ക്യാമറ ആംഗിൾ ഇങ്ങനെ നല്ല ഇങ്ങനെ തിരിക്കല്, അങ്ങനെ കല്യാണ ചേച്ചി ഇങ്ങനെ തിരിയുമ്പോ ഒക്കെ ആ ഒരു ആംഗിളൊക്കെ നല്ല സൂപ്പറായി ഉണ്ടായിരുന്നു. ആ ചേട്ടനും ഇതേപോലെ സപ്പോർട്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കണം, പിന്നെ ഇവിടേക്ക് വയ്ക്കുമ്പോ എങ്ങോട്ട് നോക്കണം, അങ്ങനെയൊക്കെ ആ ചേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു. ആക്ടിങ്ങിൽ മാത്രമല്ല ടെക്നിക്കൽ സൈഡൊക്കെ പഠിച്ചു തുടങ്ങി. അത് പൃഥ്വിരാജ് മൂടാ. ക്യാമറയ്ക്ക് പോയി എന്താ പഠിച്ച് ഏത് മൂഡ് പിടിക്കണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും കുട്ടി നീലയുടെ പെർഫോമൻസ് ഉണ്ട്, നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ കുട്ടി നീലയുടെ സ്വന്തം തട്ടകത്തിലാണ് നമ്മൾ നിൽക്കണേ. അപ്പൊ എന്ത് വേണം പെർഫോമൻസ് ഒന്ന് കാണാൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നുണ്ടാവും, എനിക്കും തോന്നുന്നുണ്ട്. കണ്ടാലോ? യെസ്. അപ്പൊ ഇതുവരെ നമ്മുടെ കുട്ടി നീലയുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇതാണ് കുട്ടിനെ ശരിക്കും കുറേ നാളായിട്ട് ആയോധന കലയുടെ പ്രാക്ടീസ് ചെയ്യുന്ന കാളി കളരി. അപ്പോൾ ഇതുവരെ വിശേഷങ്ങൾ അറിഞ്ഞ് നമുക്ക് മെല്ലെ ഒരു രൂപമാറ്റത്തിൽ നമുക്ക് വിളിച്ചാലോ? ഹലോ, കം. യെസ്, ഇപ്പോഴാണ് കറക്റ്റ് തട്ടകത്തിൽ ഇറങ്ങിയത് അല്ലേ? കുറച്ചുകൂടി ഇത്തിരി ഹൈ എനർജിയിൽ നിൽക്കുകയാണ് അല്ലേ? അല്ലേ? ആണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ട്, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും അതിൽ കണ്ടപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അറിയാം, കുറേ കാര്യങ്ങൾ അല്ലെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കിയാലോ? കാണാം. ഏതാ ചെയ്യാം? ഞാൻ തന്നിക്കുള്ളത്. ഓക്കെ. അല്ലെ, സ്വന്തം കണ്ണൻ വൈഷ്ണവ് അല്ലേ? വൈഷ്ണവ് ഇവിടെ ചേട്ടനാണ്, ഒപ്പം തന്നെ അല്ലെ ഇടിക്കാറുണ്ട് വിളിച്ചിട്ട്. ജോഡി ഫൈറ്റ് ചെയ്യാറുണ്ട്, അങ്ങോട്ടും പെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാറുണ്ട്. അപ്പൊ എന്തായാലും ഇവര് തമ്മിലാണ് ഇങ്ങനെ എപ്പോഴും അല്ലെ ഈ ഒരു ഫ്രെയിമിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. ആ ഫ്രെയിമിൽ എങ്ങനെയായിരിക്കും എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. നമുക്കൊരു ട്രൈ ചെയ്താലോ? നോക്കാം.
ഇനി ഈ ആക്ഷൻ്റെ ഒപ്പം ശബ്ദം കൂടി വരുമ്പോണ്ടല്ലോ നമുക്കൊരു സിനിമാറ്റിക് ഫീൽ കറക്റ്റ് കിട്ടും എന്നുള്ളതാണ്. വന്ന് ചെയ്ത് രണ്ടുപേരും വന്ന് അതിൻ്റെ കുറച്ചുകൂടി പീക്കിൽ പോയി. കുറേ കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് മാറി, ദുർഗയൊക്കെ മാറി, പിന്നെ കുട്ടി നീലി മൂടായി. കാരണം അതിലെ എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിലും സൗണ്ട് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഓൾറെഡി നിന്നുള്ള രീതിയിലേക്ക് തന്നെ ദംഷ്ടം ഉള്ളതുകൊണ്ട് അതൊക്കെ വന്നോടൊക്കെ ശ്രദ്ധിച്ചതറിയില്ല. എനിക്ക് അന്ന് കണ്ട് നമ്മൾ സ്ക്രീനിൽ കണ്ട ആ ഒരു രീതിയിലേക്കുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ആ സെയിം സംഭവം ഒന്ന് കാണിച്ചു തരും. വന്ന് ആ ജമ്പ് ചെയ്ത് വന്ന് നിർത്തി ദംഷ്ട കാണിക്കുന്ന ഒരു സംഭവം. റെഡി ഗൈസ്? റെഡി? പോവാ. ഇത് എവിടുത്തെ പെട്ടെന്ന് എവിടുത്തെ പല്ല് മുളച്ചല്ലോ. നോക്കട്ടെ, കാണിച്ച്. ഓക്കെ, ഇങ്ങനെയാണ് വെച്ചത് അല്ലേ? എനിക്ക് ശരിക്കും ഇതുണ്ട്, അത് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. ഓൾറെഡി ഉണ്ട്, മേലെ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇവിടെ താഴെ ഓൾറെഡി ഉണ്ട് ഇല്ലേ? ഞാൻ സെറ്റിൽ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. എങ്ങനെ? ആരെ? അത് ശ്രുതി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു, ഇതിൽ അഭിനയിച്ചു തന്നെയായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്റെ റിയലാണ്, എനിക്ക് ശരിക്കുള്ള അങ്ങനെ പല്ലാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ഞാൻ വിശ്വസിച്ചു. അത് എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അത് മാറ്റണ്ടാട്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞു. എന്നിട്ട് ചേച്ചി വിശ്വസിക്കാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ വെക്കണ കണ്ടു, സീൻ ഉണ്ടായിരുന്നു. വെക്കണ കണ്ടപ്പോഴാണ് ആ ചേച്ചി ശരിക്കും മനസ്സിലായത് അത് എന്റെ വെപ്പുവല്ലാണെന്നുള്ളത് അല്ലേ. പക്ഷെ ഇത് പ്രൊഡക്ഷന് പൈസ ലാഭാട്ടാ, കാരണം ഒരു സെറ്റ് വാങ്ങിയാൽ മതി, ഇവിടെ ഓൾറെഡി ഒരു സെറ്റ് താഴെ ഉണ്ട്. യെസ്. അപ്പം എന്തായാലും ഇവിടെ കുറേ പേരെ സ്റ്റുഡൻസ് ഉണ്ട് ദുർഗയ്ക്ക്, കുറേ എൽഡേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്കൊന്ന് ഇന്ന് മുതൽ ഞാനും ശിഷ്യത്വം സ്വീകരിക്കാൻ പോകുന്നത് ദുർഗയുടെ. എനിക്ക് കുറച്ച് 2 മൂമെന്റ്സ് ഏതെങ്കിലും പഠിപ്പിച്ചു തരാം, വെപ്പണോ അല്ലെങ്കിൽ കളരിയുടെ ഏതെങ്കിലും? ഗൈസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഓതിരം, മറുവോതിരം, വട്ടവട്ടം. ഇതുവരെ കുറേയധികം പെർഫോമൻസ് കണ്ടു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ അതിന് പിന്നിലെ കാരണക്കാരൻ എവിടെയുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിന് മുമ്പേ കുറേ ടൈം പ്രാക്ടീസ്, ഇപ്പോൾ എന്താണ് ക്യാരക്ടറിന് വേണ്ടത് എന്നുള്ളത് അറിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിൻ്റെ ഒരു ആയോധന കളരിയിൽ എന്തായാലും ഒരു പ്രാക്ടീസ് സെക്ഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണക്കാരോട് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരുന്നു ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ എന്നുള്ളത് കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. കൂടുതലും എന്താ ചെയ്യിപ്പിക്കാറുള്ളത്? എന്താ കൂടുതലും? ആദ്യം ബേസിക് ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഉണ്ടാവും. അത് കഴിഞ്ഞ സ്കില്ലിന് വേണ്ടിയിട്ട് വേറെ എക്സസൈസ്, അത് കഴിഞ്ഞാൽ പിന്നെ ആക്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ എന്നാൽ അത് ട്രൈ ചെയ്യാം. ജസ്റ്റ് നമുക്ക് കിക്സുകൾ ഒന്ന് ചെയ്യാന്നുള്ളതിൽ. അപ്പോൾ മാർഷൽ ആർട്ട് 2 ടൈപ്പിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഒന്ന് നാടൻ നാച്ചുറൽ ടൈപ്പ് ഫൈറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ അടിയെന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അടിക്കണത് വരാം, പിന്നെ ഇങ്ങനെ അടി വരാം, ഇങ്ങനെയൊക്കെ വരാം. അത് നോർമലി വരുന്നുണ്ട്. ഇതേ സെയിം സിസ്റ്റം കുറച്ച് ഫോറിൻ സ്റ്റൈലിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റൈല്, ബോഡി സ്റ്റൈലേ മാറും. ഫിനിഷിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, അതിൻ്റെ ക്ലോക്ക് ഇങ്ങനെ ടക്ക് നല്ല അറ്റാക്കുകൾ, ഇത് ഇപ്പോൾ ഇവിടുന്ന് കിക്ക്, ആ നിപ്പ് സ്റ്റൈല്, ആക്ഷൻ, ഇതൊക്കെ ഫോറിൻ സ്റ്റൈല് ഫൈറ്റിനൊക്കെ നല്ല ആവശ്യം. അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള നിപ്പുകളൊക്കെ അതിനാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കില്ല. ആദ്യം ബേസിക് കിക്സുകൾ കൊടുക്കും, പഞ്ച് കൊടുക്കും. ഇപ്പോൾ കിക്സ് ആണെന്നുണ്ടെങ്കിൽ കാല് ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കണതിൻ്റെ ഇങ്ങനെ മാത്രമല്ല കേട്ടോ, ഫൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് മുമ്പിൽ നിന്ന് അറ്റാക്ക് വരും. ഇനി അതല്ല, സാധാരണ ഇങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ അറ്റാക്ക് വരും. പക്ഷേ ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഒരു ബേസ് ലെവല് കൊടുക്കും ബോഡിക്ക്. അങ്ങനെ നിന്ന് മുമ്പിലേക്ക് ഇങ്ങനെ കിക്ക് ചെയ്ത് ഇങ്ങനെ കിക്ക് കൊടുക്കുക, കാലുകൂടാക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അടുത്തത് ഇങ്ങനെ, അതുപോലെ സ്പിന്ന്. ഓക്കെ, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത അറ്റാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇയാളെ ടച്ച് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ചെയ്ത് നോക്കും, ടച്ച് ബാക്ക്, ഇതൊക്കെ സേഫ്റ്റിക്കാണ്. ഇപ്പോൾ സ്പീഡിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ടക്ക് തന്നെ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, സെയിം ഇതേപോലെ തന്നെയാണ് പഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യണതും ഇങ്ങനെയാണ്. ഇപ്പോൾ പഞ്ച് ചെയ്യുമ്പോൾ ബ്ലോക്ക് തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ പഞ്ച് ചെയ്യും, ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും, 2 ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും, 3 ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു പഞ്ചിന് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് പല ടൈപ്പുകൾ കാണിക്കാൻ പറ്റും. അപ്പോൾ അതിലൊന്ന് ഞാൻ പഞ്ച് ചെയ്യാൻ ബ്ലോക്ക് ചെയ്താൽ 1 വേണ്ട, 1 2 ഓക്കെ, 2 3 വേണ്ട, ഇങ്ങനെ സംഭവങ്ങളുണ്ട്. പിന്നെ
ഫോളിംഗ് ഹോൾ ഉണ്ട്, റോളിങ് ജസ്റ്റ് ചെയ്തോടെ നിലത്ത് ഷോർട്ട് റോള്. ഇതൊക്കെ ബേസാണ് ഈ റോളിങ്ങിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ വന്ന് ഇരിക്കുന്നത് ഗൺ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും സേഫ്റ്റി റോളിംഗ് എന്ന് പറയും. അതൊക്കെ ഭയങ്കര സേഫ്റ്റി സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലിപ്പുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആദ്യം ബേസിക് കൊടുത്ത് പഞ്ച്, ബ്ലോക്ക്, ക്യാച്ചുകൾ, പിന്നെ ചില ലോക്കുകൾ. ഇപ്പോൾ ഒരു ലോക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് കളരിയിൽ കുറേ ലോക്കിൻ്റെ സമൃദ്ധി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വെച്ച് ഇങ്ങനെ കട്ടിങ് ടക്ക് തന്നെ പറഞ്ഞ മൂവ്മെൻറ്റുകൾ, ഇങ്ങനെയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ എല്ലാ മാർഷൽ ആർട്സും ഏറ്റവും സൂപ്പറാണ്. ഞാനൊരുവിധം മാർഷൽ ആർട്സൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാർഷൽ ആർട്സും മോശമല്ല. അത് സിനിമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്നിടത്താണ് നമ്മുടെ വിജയം. ഇത് വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്യണം തോന്നുന്നു. ഏതാ? പാഡ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും ദുർഗ എങ്ങനെ കുട്ടി നീലിയായി എന്നുള്ള സാധനം. അപ്പോൾ ഒരു പക്ഷെ നമുക്ക് കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന നീലിയുടെ കള്ളിയങ്ങാട്ടെ നീലിയുടെ കഥകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ലോകം ഇറങ്ങിയത് മുതൽ നമ്മുടെ മനസ്സിലുള്ള നീലിയുടെ രൂപം തന്നെ മാറി. ഇനി മുതൽ നമ്മുടെ നീലി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് തന്നെ ദുർഗക്കുട്ടിയായിരിക്കും, സംശയമില്ല. അപ്പോൾ ഇങ്ങനെ കുറേയേറെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ദുർഗക്കുട്ടിയും അതുപോലെ അച്ഛനും ചേട്ടനും അമ്മയും അടങ്ങുന്ന ഒരു വലിയൊരു ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ കുറേ അധികം മാജിക്കുകൾ കാണിക്കാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ വെറ്റിലടക്കിയിട്ടൊക്കെ വരാം കേട്ടോ. ശിഷ്യത്വം സ്വീകരിക്കണം, പൈസ വയ്ക്കരുത്. ദക്ഷിണ എനിക്ക് വെച്ചാൽ ദക്ഷിണ അവിടെ അല്ലേ? അപ്പോൾ ഓക്കെ, സിയാ ബൈ. അപ്പോൾ ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.